ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ ചില കോണുകൾ നിർമ്മിക്കാൻ കോമ്പസിൻ്റെ സഹായം മാത്രം ഉപയോഗിച്ച് ചെയ്യേണ്ട ഘട്ടം വരാറുണ്ട്. ചില ചോദ്യങ്ങൾ വരാറുണ്ട്. കോൺമാവിനി അല്ലെങ്കിൽ പ്രൊട്രാക്ടറിൻ്റെ സഹായമില്ലാതെ കോമ്പസിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മളിപ്പോൾ 90 ഡിഗ്രി കോണ് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു വരയ്ക്ക് ലംബം വരയ്ക്കാൻ കോമ്പസിൻ്റെ സഹായത്തോടെ ലംബം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ബിന്ദുവിലൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിന്ദുവിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ വരയ്ക്ക് പുറത്താണ് ബിന്ദുവെങ്കിൽ, ഇഫ് ദ പോയിന്റ് ഈസ് ഔട്ട്സൈഡ് ദ ലൈൻ, ഹൗ ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ദാറ്റ് പോയിന്റ് ടു ദി ലൈൻ. അതെങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ലൈനിന് പുറത്ത് ഇവിടെ ആയിട്ടൊരു പോയിന്റ് ഉണ്ടെന്നിരിക്കുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ പി എന്ന പോയിന്റ് ആണെന്നിരിക്കുക. പിയിൽ നിന്ന് എ ബി എന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം എ പോയിന്റ് പി ടു ദി ലൈൻ സെഗ്മെന്റ് എ ബി യൂസിങ് കോമ്പസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വരയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല. അത് നമ്മുടെ കോമ്പസ് ഇങ്ങനെ എടുക്കുന്നു. പി എന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കണം. അപ്പോൾ പിയിൽ കുത്തുക. പിയിൽ കുത്തി നമുക്കിവിടെ ഇങ്ങനെ കുത്തിയിട്ട് ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു ചെറിയൊരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. ലൈനിന് 2 പോയിന്റ് കട്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു ആർക്ക് വരയ്ക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് കട്ട് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആർക്കിൻ്റെ ഈ കട്ട് ചെയ്ത പോയിന്റ് എടുക്കുന്നു. ലെങ്ത് കുറച്ച് കുറയ്ക്കാം നമുക്ക്. ഇത്ര ലെങ്തിൻ്റെ ആവശ്യമില്ല. ഈ കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവെക്കുക. ഈ പോയിന്റ് കട്ട് ചെയ്യുന്ന പോയിന്റ് ഈ ആർക്കും ലൈനും കൂടെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ വെക്കുന്നു. എന്നിട്ട് എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ആർക്ക് വരച്ചു. ഇനി ഇതാ ഈ പോയിന്റ് കൊണ്ടുവെക്കുക. ഇവിടെയും കട്ട് ചെയ്തു. അപ്പോൾ നോക്കുക, ഇനി ഈ പോയിന്റും ഇതും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ വെച്ച് ഇത് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ പി എന്ന പോയിന്റിൽ നിന്ന് പി ലൈനിലെ പോയിന്റ് അല്ല, പി ഇസ് ആൻ എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അത് പോയിന്റ് ഔട്ട്സൈഡ് ദി ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പി എന്ന പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം എ ബി എന്ന വരയിലേക്ക് ഒരു ലംബം പി എന്ന എ ബിയുടെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ലംബം വരയ്ക്കാൻ പഠിച്ചു. നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ കോൺമാവിനിയുടെ സഹായമില്ലാതെ 90 ഡിഗ്രി കോൺ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പഠിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് 60 ഡിഗ്രി കോൺ ഉണ്ടാക്കാൻ പറ്റും. 60 ഡിഗ്രി കോൺ ഉണ്ടാക്കാൻ എളുപ്പമാണ്. 60 ഡിഗ്രി കോമ്പസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു വരയുണ്ട്. ഇവിടെ 60 ഡിഗ്രി ഉണ്ടാക്കണം എന്നിരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഇക്വലേറ്റർ ട്രയാങ്കിൾ പ്രത്യേകത എന്താണ്? ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. 3 വശം തുല്യമായ ത്രികോണം വരച്ചാൽ 3 കോണുകളും തുല്യമായിരിക്കും. ഓരോന്ന് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഇവിടെ പോയിന്റ് വെച്ചു. ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഈ പോയിന്റ് കട്ട് ചെയ്തു. കണ്ടോ? ഇവിടെ 2 പോയിന്റ് ഒരേ അകലത്തിലാണ്. ഇവിടെ 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഈ അകലം എത്രയെങ്കിലും ആകട്ടെ. ഈ അകലം തന്നെ നമ്മുടെ കോമ്പസ് എടുക്കാൻ പോവാണ്. ഇവിടെ നിന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ നേരത്തെ എടുത്ത് തന്നെയാണ്. കണ്ടോ? ഈ അകലം എടുക്കുക. ഈ അകലം എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അതേപോലെ ഇത് ഇവിടെ വെച്ചു. അപ്പോൾ നോക്കൂ, ഈ ആർക്ക് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എ ബി എ സിയും ബി സിയും ഈക്വൽ ആയിരിക്കും അറിയാം. കാരണം അങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. എ ബിയുടെ ലെങ്തും ബി സിയുടെ ലെങ്തും എ സിയുടെ ലെങ്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഇസ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇക്വലേറ്റർ ട്രയാങ്കിൾ ഇസ് എ ട്രയാങ്കിൾ വിത്ത് 3 ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എല്ലാം 60 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയ ഈ ആംഗിള് നമുക്കറിയാം എത്രയാണ്? 60 ഡിഗ്രി ആംഗിൾ ഇട്ട് നമ്മുടെ കോൺമാവിനി ഇല്ലാതെ അല്ലെങ്കിൽ പ്രൊട്രാക്ടറിൻ്റെ സഹായമില്ലാതെ 60 ഡിഗ്രി വരയ്ക്കാൻ പഠിച്ചു. ഇനി ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചാലോ നമുക്ക് 30 വരയ്ക്കാൻ പറ്റും. 30 വീണ്ടും ആംഗിൾ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ 15 ആയി. അപ്പോൾ 15 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി പഠിച്ചു. 90ൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചാലോ 45 വരയ്ക്കാൻ പറ്റും. 45ൻ്റെ ബൈസെക്ടർ വെച്ച് 22. അങ്ങനെ പല ആംഗിളുകളും നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ സഹായമില്ലാതെ വരയ്ക്കാൻ പറ്റുമെന്ന് കൂടി ഈ ചാപ്റ്റർ പഠിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം.
നിങ്ങളുടെ കോൺമാപിനി അല്ലെങ്കിൽ പ്രൊട്രാക്ടറിൻ്റെ സഹായമില്ലാതെ 60 ഡിഗ്രി കോൺ വരയ്ക്കുക, 30 ഡിഗ്രി കോൺ വരയ്ക്കുക, 15 ഡിഗ്രി കോൺ വരയ്ക്കുക, 90 ഡിഗ്രി കോൺ വരയ്ക്കുക, 45 ഡിഗ്രി കോൺ വരയ്ക്കുക. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കുക. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 30 6-7 ചോദ്യങ്ങൾ നോക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 സൈഡ്സ്. ഡു ഓൾ 3 ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് അറ്റ് ദ സെയിം പോയിന്റ്. ഒരു ത്രികോണം വരച്ച് അതിൻ്റെ വശങ്ങളുടെ എല്ലാം ലംബ സമവാചികൾ വരയ്ക്കുക. ഇവയെല്ലാം മുറിച്ച് കിടക്കുന്നത് ഒരേ ബിന്ദുവിൽ കൂടെയാണോ? ഇതാണ് ചോദ്യം. നമുക്ക് വെറുതെ വരച്ച് നോക്കാം. ചിത്രത്തിൽ നോക്കാം. ത്രികോണം ABC. ഈ ABC-യുടെ എല്ലാ സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് വരച്ച് നോക്കാം. ആർക്ക് വരച്ചു. ആർക്കുകൾ ഇവിടെ കട്ട് ചെയ്തു. അതുപോലെ മേലെ സൈഡിലും കട്ട് ചെയ്യിപ്പിക്കുക. ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. നമ്മൾ AB എന്ന വശത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇതുപോലെ നമുക്ക് AC-യുടെ വരയ്ക്കാം. AC-യുടെ ഏകദേശം പകുതിയേക്കാൾ കൂടുതലെടുത്തു. ഒരു ആർക്ക് വരച്ചു. ഇവിടെ ആർക്ക് വെച്ചു. ആർക്കുകൾ കട്ട് ചെയ്തു. ഇനി സീൽ കുത്തി ഇതാ ഈ സൈഡിൽ ആർക്കുകൾ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാം. AC-യുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടറായി ലംബ സമവാചി വരച്ച് കഴിഞ്ഞു. ഈ 2 വര ലംബ സമവാചി വരച്ച് കഴിഞ്ഞു. നമുക്കിതുപോലെ BC-യുടെ വരയ്ക്കാം. BC-യുടെ സീൽ കുത്തുക. രണ്ട് സൈഡിൽ വരയ്ക്കുക. ഇത് നമ്മൾ സ്കെയിൽ വെച്ച് യോജിപ്പിക്കുന്നു. ഇപ്പോൾ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഈ പോയിന്റിൽ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്. അപ്പോൾ 3 ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ വശങ്ങളുടെയും ലംബ സമവാചികൾ ഒരേ ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ എന്ത് പറയാം, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ്. 3 അല്ലെങ്കിൽ ഇൻ്റർസെക്റ്ററ്റ് എ കോമൺ പോയിന്റ്. ഒരു ത്രികോണം വരച്ചതിൻ്റെ കോണുകളുടെ എല്ലാം സമവാചികൾ വരയ്ക്കുക. ഇവയെല്ലാം മുറിച്ച് കിടക്കുന്നത് ഒരേ ബിന്ദുവിലാണോ? ഇതാണ് ചോദ്യം. അത് നമുക്കറിയാം. Draw a triangle and the bisectors of all 3 angles. Do all the bisectors intersect at the same point. എല്ലാം ഒരേ പോയിന്റിലൂടെയാണോ കടന്നു പോകുന്നത്? ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ട്രയാങ്കിൾ ABC-യുടെ ഓരോ ആംഗിളിൻ്റെയും ബൈസെക്ടർ നമുക്ക് വരച്ച് നോക്കാം. ബൈസെക്ടർ വരയ്ക്കാൻ അറിയാം. എന്ന വെർട്ടെക്സിൽ അതുപോലെ ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ ഇവിടെ കുത്തുക.
ഇവിടെ ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്തു. ബിയുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം. ഇവിടെ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടെ കുത്തുന്നു, ഇവിടെ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നു, അതേ ആരത്തിൽ ഇവിടെ കുത്തുന്നു. അപ്പോൾ ബിയുടെ ആംഗിൾ ബൈസെക്ടർ ആയി. ഇവിടെ ഇതൊരു ആംഗിൾ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഒരു ആർക്ക് വരയ്ക്കുന്നു, ഈ പോയിന്റ് കുത്തുന്നു, ആർക്ക് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും കൂടെ വെക്കുക. കട്ട് ചെയ്യിപ്പിക്കുക. ഇതിൻ്റെ സ്കെയിൽ വെച്ച് ഇവിടെയും ഇതാ മൂന്നാമത്തെ സിയുടെ എന്ന ആംഗിളിൻ്റെ ബൈസെക്ടറായി ഇത് മൂന്നും കൂടെ ഇവിടെ ഒന്നിച്ച് കട്ട് ചെയ്യുന്നതായിട്ട് ഒരേ പോയിന്റിൽ കട്ട് ചെയ്യുന്നതായിട്ട് കാണാം. 3 ആംഗിൾ ബൈസെക്ടറും ഇത് നേരത്തെ പോലെ തന്നെ കാണാം. നോക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് 31 14:1 ആണ്. ഡ്രോ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി സി 7 cm, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 67.5 degree, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 15 degree വിത്തൗട്ട് യൂസിങ് എ പ്രൊട്രാക്ടർ. ചോദ്യം അറിയാം. എ ബി 7 cm, കോൺ എ 67 degree, കോൺ ബി 15 degree ആയ ത്രികോണം കോൺമാവിനി ഉപയോഗിക്കാതെ വരയ്ക്കുക എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കാമെന്ന് നോക്കാം. അത് നമ്മുടെ കോമ്പസിൽ ഒരു 7 cm എടുക്കുന്നു. ഇതാണ് 7 cm. ഇവിടെ ഒരു പോയിന്റ് കട്ട് ചെയ്തു. ഈ അകലം എന്ന് പറയുന്നത് എ ബി യുടെ നീളം 7 cm ആണ്. ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ എയിൽ 67.5 degree, 67.5 degree ആണ് വേണ്ടത്. ആംഗിൾ ബി 15 degree ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ ഈ വരയ്ക്ക് എ എന്ന പോയിന്റിലൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. 90 degree ഉള്ളൊരു ആംഗിൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ലംബ സമവാചി വരയ്ക്കാൻ പോവാണ്, അല്ല ലംബം വരയ്ക്കാൻ പോവാണ്. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം വരയ്ക്കാൻ പോവാണ്. ഈ പച്ച വരയ്ക്ക് എ എന്ന ബിന്ദുവിലൂടെ ലംബം വരയ്ക്കാൻ പഠിച്ചിട്ട് കോമ്പസിൻ്റെ സഹായം മാത്രം മതി. അപ്പോൾ അതിന് കോമ്പസ് എടുക്കുക, എ എന്ന പോയിന്റ് കുത്തുക. എ എന്ന പോയിന്റ് കുത്തിയിട്ട് രണ്ട് സൈഡിലും എ എന്ന പോയിന്റ് ഇരുവശത്തുമായിട്ട് 2 ആർക്ക് ഉപയോഗിച്ചിട്ട്, ഒരേ അകലത്തിലുള്ള 2 ആർക്ക് ഉപയോഗിച്ചിട്ട് ഈ ലൈനിൽ കട്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ ഇവിടെയും കട്ട് ചെയ്യിപ്പിക്കുക. ഇനി ഈ പോയിന്റ് കുത്തുക. ഈ പോയിന്റിൽ വെക്കുക. രണ്ടും കൂടെ കട്ട് ചെയ്തു. നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ നോക്കുക, ഈ കോണ് 90 degree ആയിരിക്കും. ഇത് 90 degree ആയിരിക്കും. നമുക്ക് വേണ്ടത് 67.5 degree ആണ് വേണ്ടത്. 67 degree വരയ്ക്കാൻ നോക്കിക്കോളൂ. കോമ്പസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ, ഈ കോണിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ 45 വീതമാകും. അപ്പോൾ ഒരു ആംഗിൾ ബൈസെക്ടർ ആദ്യം വരയ്ക്കുന്നു. പിന്നെ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു.
ഇവിടെ കൊണ്ടുവെക്കുക. ഒരാർക്ക് വരയ്ക്കുന്നു, ഇവിടെ കൊണ്ടുവച്ചു. ഈ ആർക്കുകൾ കട്ട് ചെയ്തു. ആർക്ക് കട്ട് ചെയ്ത പോയിന്റിനെയും ഇതുമായിട്ട് യോജിപ്പിക്കുക സ്കെയിൽ ഉപയോഗിച്ച്. അപ്പോൾ ഈ മഞ്ഞ വര നോക്കൂ, ഈ മഞ്ഞ ലൈന്. ഇപ്പോൾ ഈ ആംഗിൾ ഇവിടം തൊട്ട് ഇവിടം വരെ 45 ആയിരിക്കും. നമുക്ക് 67 വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ആംഗിളിൻ്റെ വീണ്ടും ബൈസെക്ടർ വരയ്ക്കുക. ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക. ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ നോക്കുക. വീണ്ടും കോമ്പസ് ഉപയോഗിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ആർക്ക് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇനി വേറെ ആർക്ക് വരയ്ക്കണമെന്നില്ല. ഇവിടെ ഈ ആർക്ക് ഇവിടെ കുത്തിയാൽ മതി. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യിപ്പിച്ചു. ഈ 2 ആർക്കുകൾ കട്ട് ചെയ്തു. ആ പോയിൻറ്റും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. ഇപ്പോൾ നോക്കൂ, ഈ കോണ് ഈ ഇവിടം വരെ ഇത് 45ആണ്, ഇത് 45ആണ്. ഈ 45 വീണ്ടും ബൈസെക്ടർ വരച്ച് കഴിഞ്ഞപ്പോൾ ഇത് 45ൻ്റെ പകുതി 22.5 മാറി. ഇവിടെ ഈ കോണുകൾ 22.5 22.5 45 22 കൂടെ കൂട്ടിയാൽ 67.5. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കോണ് 67.5 എന്ന് മനസ്സിലാവും. ഇത് 67.5. ഓക്കെ, വളരെ ഈസിയാണ്. അപ്പോൾ ആംഗിൾ എ 67 ആണ്, ആംഗിൾ ബി 15 പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ബി 15 ഡിഗ്രി വരയ്ക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ബിയിൽ 15 ഡിഗ്രിയാണ് വേണ്ടത്. 15 ഡിഗ്രി വരയ്ക്കാൻ നോക്കുക. ബി എന്ന പോയിന്റിൽ 60 ഡിഗ്രി കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബിയിൽ 15 ഡിഗ്രി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ആദ്യം ചെയ്യാൻ പോകുന്നത് ബിയിൽ 60 ഡിഗ്രി കോൺ ഉണ്ടാക്കുക. 60 ഡിഗ്രി കോൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് 3 തുല്യ വശങ്ങൾ, അല്ല ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ് പറഞ്ഞു. ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ മതി. ബിയിൽ നിന്ന് തുല്യ അകലത്തിൽ മറ്റ് 2 പോയിൻ്റ് കൂടെ കണ്ടുപിടിക്കുക എന്നാണ്. ഇവിടെ ഒരു അടയാളപ്പെടുത്തി, ഈ പോയിൻ്റ് ബിയിൽ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. അതുപോലെ ഇവിടെ ഈ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി. ഇവിടെ നോക്കുക, ബിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലവും അകലങ്ങളും തുല്യമാണ്. അതുകൊണ്ട് എന്താണ്, ദിസ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇക്വലേറ്റർ ട്രയാങ്കിളിൽ എല്ലാ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. അതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വെച്ചാൽ അത് 30 മാറും. വീണ്ടും ഒന്നും കൂടെ ആംഗിൾ ബൈസെക്ടർ വെച്ചാൽ അത് 15 മാറും. ഇത് നിങ്ങൾ ഒരു വർക്കായിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 67 15 ഡിഗ്രിയുള്ള ആദ്യം ഇതിപ്പോൾ 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. ഈ ആംഗിൾ ഇപ്പോൾ 60 ആണ്. അതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ അത് 30 മാറും. വീണ്ടും ഒന്നും കൂടെ വരച്ച് കഴിഞ്ഞാൽ 15 മാറും. അപ്പോൾ ഇവിടെ 15, ഇവിടെ 67 ട്രയാങ്കിൾ ABC നമുക്ക് ഈസി ആയിട്ട് പൂർത്തിയാക്കാം. ഇത് നിങ്ങൾ പൂർത്തിയാക്കുക.